ഇന്ത്യൻ T20 ടീമിൽ BCCI വൻ അഴിച്ചുപണിക്കൊരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. T20 ലോകകപ്പിൽ ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിച്ച സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കുമെന്ന് BCCI സോഴ്സുകളെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു. സൂര്യകുമാറിന് പകരം IPLൽ പഞ്ചാബ് കിങ്സിനായി നായകനായി മികച്ച ഫോമിലുള്ള ശ്രേയസ് അയ്യരെ T20 നായക സ്ഥാനത്തേക്ക് സെലക്ഷൻ കമ്മിറ്റി പരിഗണിക്കുന്നുവെന്നാണ് പുതിയ വിവരം. സൂര്യകുമാർ യാദവ് IPLലും മോശം ഫോം തുടരുന്നതാണ് സെലക്ഷൻ കമ്മിറ്റിയുടെ കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിക്കുന്നത്. 2028 ലോകകപ്പും ഒളിമ്പിക്സും വരെ ക്യാപ്റ്റനായി തുടരാൻ 35-കാരനായ സൂര്യകുമാർ യാദവ് താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഇതിനോട് സെലക്ടർമാർക്ക് അനുകൂല നിലപാടില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ക്യാപ്റ്റൻ എന്ന നിലയിൽ മികവ് കാട്ടുമ്പോഴും സൂര്യയുടെ വ്യക്തിഗത ഫോമാണ് കടുത്ത തീരുമാനമെടുക്കാൻ സെലക്ടർമാരെ നിർബന്ധിതരാക്കുന്നതെന്നാണ് കരുതുന്നത്. രോഹിത് ശർമ്മയുടെ വിരമിക്കലിന് ശേഷം ഇന്ത്യയെ നയിച്ച സൂര്യകുമാറിന് കീഴിൽ ഒരു T20 പരമ്പര പോലും ഇന്ത്യ തോറ്റിട്ടില്ല. ഏഷ്യ കപ്പിൽ കിരീടം നേടിയ ഇന്ത്യ T20 ലോകകപ്പിൽ കിരീടം നിലനിർത്തുകയും ചെയ്തു. അതേസമയം IPL സീസണിൽ മുംബൈ ഇന്ത്യൻസിനായി 10 മത്സരങ്ങളിൽ നിന്ന് വെറും 195 റൺസ് മാത്രമാണ് സൂര്യയ്ക്ക് നേടാനായത്. T20 ലോകകപ്പിൽ ഇന്ത്യ കിരീടം നേടിയപ്പോൾ 9 ഇന്നിംഗ്സിൽ നിന്ന് 242 റൺസ് നേടിയെങ്കിലും ഇതിൽ 84 റൺസും അമേരിക്കയ്ക്കെതിരെയായിരുന്നു. ഫൈനലിലടക്കം വലിയ ടീമുകൾക്കെതിരെ സമ്മർദ്ദ ഘട്ടങ്ങളിലൊന്നും സൂര്യയ്ക്ക് മികവ് കാട്ടാനായിട്ടില്ലെന്നും വിമർശനമുണ്ട്. ഏതാനും നാളുകളായി സൂര്യകുമാർ പരിക്കിൻ്റെ പിടിയിലാണെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കൈത്തണ്ടയിലെ പരിക്ക് മൂലം കടുത്ത വേദന സഹിച്ചാണ് ബാറ്റ് ചെയ്യുന്നതെന്നടക്കം വാർത്തകൾ ഏറെ ചർച്ചയായിരുന്നു. കഴിഞ്ഞ സീസണിൽ വലതു കൈത്തണ്ടയിൽ ടേപ്പ് ചുറ്റിയാണ് അദ്ദേഹം ബാറ്റ് ചെയ്യുകയും ഫീൽഡ് ചെയ്യുകയും ചെയ്തത്. നേരിട്ടുള്ള സമ്മർദ്ദം ചെലുത്തുന്ന വ്യായാമങ്ങളിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ സൂര്യയെ ബാറ്റ്സ്മാനായി ടീമിൽ നിലനിർത്തുന്ന കാര്യത്തിൽ പോലും സെലക്ടർമാർക്കിടയിൽ ഭിന്നതയുണ്ടെന്നും ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ലോകകപ്പ് വിജയത്തിന് ശേഷം ടീമിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് അജിത് അഗാർക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി ലക്ഷ്യമിടുന്നത്. 2 വർഷത്തോളമായി T20 ടീമിന് പുറത്തായിരുന്ന ശ്രേയസ് അയ്യർ IPLലെ തകർപ്പൻ പ്രകടനത്തോടെയാണ് സെലക്ടർമാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. IPLൽ ഈ സീസണിൽ പഞ്ചാബ് കിങ്സിനെ നയിക്കുന്ന ശ്രേയസ് ആദ്യ 7 മത്സരങ്ങളിൽ 6ലും ടീമിനെ വിജയിപ്പിച്ചു. 9 ഇന്നിംഗ്സുകളിൽ നിന്ന് 333 റൺസുമായി ശ്രേയസ് ബാറ്റിംഗിലും തിളങ്ങി. IPLന് ശേഷമുള്ള അയർലൻഡ്, ഇംഗ്ലണ്ട് പര്യടനങ്ങൾ മുതൽ ശ്രേയസ് അയ്യർ ടീമിനെ നയിച്ചേക്കുമെന്നാണ് കരുതപ്പെടുന്നത്.